പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 23 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്ന അല്ലേ. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയതോർത്തൊന്ന് സ്തോത്രം പറഞ്ഞാലോ. ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ കർത്താവ് നടത്തിയത്. നമ്മൾ വിചാരിക്കും ഈസി ആയിട്ട് അങ്ങ് പോയി. നോ, എന്തെല്ലാം കെണികൾ ശത്രു ഒരുക്കി വെച്ചിരുന്നു, എന്തെല്ലാം പ്ലാനുകൾ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ നടുവിലൂടെ അവൻ ഒരനർത്ഥം നമുക്ക് ഭവിക്കാതെ, ഒരു ബാധ നമ്മുടെ കൂടാരത്തിൽ കയറാതെ, കർത്താവ് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കി നമ്മുടെ കാൽ കല്ല് തട്ടിപ്പോകാൻ അനുവദിക്കാതെ കഴിഞ്ഞ പകൽക്കാലം നമ്മളെ സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർക്കുമ്പോൾ അവൻ നന്ദിയുള്ളവർ മാത്രം ആ കൈകൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. രാത്രികാലം കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മളെ മറച്ചു സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു അല്ലേ. ദൈവത്തിൻ്റെ കൃപയെന്നല്ലാതെ എന്നാ പറയാനുള്ളത്? സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ കിടന്നുറങ്ങി, കർത്താവാണ് എന്നെ ഉറക്കിയത് എന്ന് പറയാൻ പറ്റുന്നവർ ആ കൈകളെ ഉയർത്തിയിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ എഴുന്നേറ്റത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നത്, എഴുന്നേറ്റ് കൈ ഉയർത്തുന്നത്, ആരോഗ്യത്തോടിരിക്കുന്നത് ദൈവകൃപയാണെന്ന് ബോധ്യമുള്ളവർ കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഈ പകലിനെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഒരു അനുഗ്രഹിക്കപ്പെട്ട പകൽക്കാലം കർത്താവ് നമുക്ക് തന്നിരിക്കുക. ആമേൻ. ആൽഫയും ഒമേഗയുമായവൻ ഈ പകൽക്കാലം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമുക്ക് ആമേൻ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തന്നു. അത്ഭുതകരമായി, അതിശയമായി ഇന്ന് നടത്തുന്ന കർത്താവിന് കരമുയർത്തിയിട്ട് കർത്താവിനോട് പറ, സ്തോത്രം, 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള കരുണയ്ക്കായിട്ട് സ്തോത്രം, വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഒരുമിച്ച് പ്രഖ്യാപിച്ചാട്ട് ഇത് സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും പകൽക്കാലമാണെന്ന്. ആമേൻ. 7-ാം സങ്കീർത്തനം 10-ാം വാക്യം പറഞ്ഞു, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലാകുന്നു, കർത്താവ് ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. 17-ാമത്തെ വാക്യം, ഞാൻ യഹോവയായ കർത്താവിനെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയാവരിക്കണം. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. എല്ലാ രോഗശക്തികളും വിട്ടുപോട്ടെ. ഞാൻ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുക, നിങ്ങൾ രോഗികളായി എന്തെങ്കിലും ഭാരത്താൽ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൈ ആ രോഗമുള്ള ഭാഗത്തേക്ക് വെച്ചാണ്. എത്ര മാരകമായ രോഗമാണെങ്കിലും, എത്ര ചെറിയ രോഗമാണെങ്കിലും, നിങ്ങൾ അല്പം വിശ്വാസം യേശുവിലുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേദോസ്തത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അപ്പം നിങ്ങളുടെ ശരീരത്തിൽ രോഗമായ ഭാഗത്തേക്ക് ആമേൻ നിങ്ങളുടെ കൈവച്ചാട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൈവെക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തലയിലോട്ട് കൈവെക്കുക, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നെഞ്ചത്തോട്ട് കൈവെക്കുക. പക്ഷെ നിങ്ങൾ വിശ്വാസത്താൽ കർത്താവിൻ്റെ കൈ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തിരിക്കുന്നത് കാണണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, നസ്രനായ യേശുവിൻ നാമത്തിൽ ആ കൈവച്ചിരിക്കുന്നത് ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യത്തിലേക്ക്, പൂർണ്ണ സ്വസ്ഥതയിലേക്ക്, പൂർണ്ണ സൗഖ്യത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവൻ എത്ര മാരകമായ രോഗങ്ങളാണെങ്കിലും യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആരോഗ്യത്തോടെ ദീർഘായുസ്സോടുകൂടെ ഇരിക്കട്ടെ. അവൻ രോഗം അവൻ തകർത്ത് കളയും, മരിക്കുമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കേസുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരിക്കട്ടെ. കർത്താവ് പൂർണ്ണ സ്വസ്ഥത കൊടുത്തതിന് സ്തോത്രം. അതുപോലെ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വഴികൾ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേൻ, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊടുക്കണം. സ്വപ്നങ്ങളിലൂടെ ആമേൻ ഭയം ഉണ്ടാകുന്ന, സ്വപ്നങ്ങൾ കണ്ട് ഭയപ്പെടുന്ന അല്ലെങ്കിൽ ദുർസ്വപ്നങ്ങൾ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ആ സോഴ്സുകളെ ഞങ്ങൾ അടയ്ക്കുന്നു. ദൈവഹിതമില്ലാത്ത സ്വപ്നങ്ങൾ കൊണ്ടുവരുന്ന സോഴ്സുകളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്നു. അവൻ കർത്താവിൻ്റെ സ്വപ്നങ്ങൾ കാണട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ സ്വപ്നങ്ങൾ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തെറ്റായ സ്വപ്നങ്ങളുടെ സോഴ്സുകളെ ഞങ്ങളിപ്പോൾ ക്ലോസ് ചെയ്യുന്നു.
ദൈവഹിതമായ സ്വപ്നങ്ങൾ കാണട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ലോകവ്യാപകമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ വ്യാപരിക്കട്ടെ. രാജ്യങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. രാജ്യങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ള, നാളെ ഇന്ത്യൻ സമയം രാവിലെ 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. നിങ്ങളാരും മിസ് ചെയ്യരുത്. നാളത്തെ സഭായോഗം സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കുക. ഇപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഒരു അലാറം സെറ്റ് ചെയ്ത് വെക്കാം. നാളെ രാവിലെ ഇന്ത്യൻ സമയം 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കണം. നമുക്കൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാലോ സഭായോഗത്തിന് വേണ്ടി? നിങ്ങളെല്ലാവരും കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. കർത്താവേ, ഞങ്ങൾ നാളത്തെ സഭായോഗത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗമായി തീരണം. ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സഭായോഗമായി തീരണം എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന, സങ്കീർത്തനം 54 4 വാക്യം. സങ്കീർത്തനം 54 4 വാക്യം. അത് അവിടെ പറയുന്നു, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെയുണ്ട്. ഇത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഒളിച്ചിരിക്കുന്നത് ശൗലിനെ അറിയിച്ചപ്പോൾ ദാവീദ് ചമച്ചതായ ഒരു സങ്കീർത്തനമാണ്. അതായത് താൻ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ശൗൽ അറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ എഴുതിയൊരു സങ്കീർത്തനം. അവിടെ പറയുന്നത്, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. കർത്താവെ, എൻ്റെ പ്രാർത്ഥനയെ അങ്ങ് കേൾക്കണം. അത് മാത്രം പോരാ, എൻ്റെ വായിലെ വാക്കുകളെ കർത്താവെ അങ്ങ് ശ്രദ്ധിക്കണം. അന്യജാതിക്കാരനെ എതിർത്തിരിക്കുന്നു, കോരന്മാർ എനിക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു, അവർ ദൈവത്തെ തങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുമില്ല. എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്നതായ ഒരു സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുക, ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇവിടെ എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്നു, എല്ലാം അനുകൂലമല്ലാത്ത സാഹചര്യം. അവിടെ വെച്ച് സങ്കീർത്തനക്കാരൻ പറയും, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് നമ്മുടെ കൈകളെ ഉയർത്തിയിട്ട് പറയാം, കർത്താവ് എൻ്റെ സഹായകനാകുന്നു. എത്ര പേർക്ക് പറയാൻ കഴിയും കർത്താവാണ് എൻ്റെ സഹായകൻ എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അതായത് ഗോഡ് ഹാസ് ബിക്കം മൈ ഡിവൈൻ ഹെൽപ്പർ, അല്ലെങ്കിൽ എന്നെ നിലനിർത്തുന്നവൻ കർത്താവാണ്. ആമേൻ. കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് കർത്താവിൻ്റെ സഹായകനാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം ഡിക്ലെയർ ചെയ്യുക, താൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുക, ദൈവമാണ് എന്നെ നിലനിർത്തുന്നത്, ദൈവത്തിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു, കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മളും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഏത് സാഹചര്യത്തിൽ ഇരിക്കുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും പറയും, എന്നെ ദൈവവും കൈവിട്ടു, എന്നെ കൈ താങ്ങാൻ ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിന് പകരം നമ്മുടെ കൈ ഒന്ന് ഉയർത്തിയിട്ട് പറയാമോ, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. അമേൻ. കർത്താവിൻ്റെ സഹായകനാകുന്നു. അമേൻ. ഇന്ന് കർത്താവിനെ നിലനിർത്തുന്നവനാകുന്നു. കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും എന്ന് വിശ്വാസത്തോടെ എത്ര പേർക്ക് പറയാൻ കഴിയും ഈ പ്രഭാതത്തിൽ? നിങ്ങൾ എത്ര പ്രതിസന്ധിയുടെ നടുവിലിരിക്കുന്നവരാണെങ്കിലും, എത്ര പ്രയാസത്തിന് നടുവിലിരിക്കുന്നവരാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഇതൊരു1000 പ്രാവശ്യം പറഞ്ഞു നോക്കി വിശ്വാസത്താൽ ഹൃദയത്തിൽ നിന്ന് അങ്ങ് പറയണം, ദൈവം എൻ്റെ സഹായകനാകുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനസിക സംഘർഷങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തിയാണോ, അയ്യോ ജീവിതം കഴിയാറായി എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തിയാണോ, ധൈര്യമായിട്ട് പറ, ഇതാ ദൈവം എൻ്റെ സഹായം. ദാവീദ് തൻ്റെ കഷ്ടതയുടെ നടുവിൽ, തൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ വിളിച്ചു പറയുക, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കർത്താവ് എന്നെ നിലനിർത്തും, കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് പറയാം, എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ. എങ്ങനെയാ പറഞ്ഞേ? എൻ്റെ പ്രാണനെ താങ്ങുന്നവരോടുകൂടെ അവൻ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ തന്നെ സഹായിക്കുന്നവരോടുകൂടെ ആര് പ്രവർത്തിക്കും? ആമേൻ. കർത്താവ് സഹായിക്കും, അല്ലെങ്കിൽ കർത്താവ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം 2025 നിങ്ങളുടെ എപ്പോഴും പറയേണ്ട ഒരു വാക്കാണ്, കർത്താവ് എന്നെ സഹായിക്കും, യഹോവ എന്നെ സഹായിക്കും, കർത്താവിൻ്റെ കൈ എൻ്റെ കൂടെയുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എന്നെ സഹായിക്കും, കർത്താവ് എന്നെ നിലനിർത്തും. ആമേൻ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളോട് തന്നെ പറയണം, നമ്മൾ ദൈവത്തോട് പറയണം, നമ്മൾ മറ്റുള്ളവരോട് പറയണം. അവിടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് തീരുമാനമെടുക്കും? ആമേൻ. എന്തോ പറയാൻ പോകുന്നത്? ഇതാ കർത്താവിൻ്റെ സഹായകനാകുന്നു എന്ന് വെച്ചാൽ കർത്താവ് എന്നെ നിലനിർത്തും, കർത്താവ് എന്നെ പരിപാലിക്കും, കർത്താവ് എന്നെ സൂക്ഷിക്കും, കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവ് എനിക്ക് ജയം
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജനുവരി മാസം 23 വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം. ഈ പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി തന്ന അല്ലേ. അപ്പോൾ കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നടത്തിയതോർത്തൊന്ന് സ്തോത്രം പറഞ്ഞാലോ. ഒന്ന് ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ കർത്താവ് നടത്തി. നമ്മൾ വിചാരിക്കും ഈസി ആയിട്ട് അങ്ങ് പോയി. നോ, എന്തെല്ലാം